ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പക്ഷികളെ വളർത്താൻ താല്പര്യമുള്ളവർക്കും തുടക്കക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. മഴക്കാലവും അതുപോലെ ഇനി അങ്ങോട്ട് തണുപ്പ് കൂടുതലുള്ള മാസങ്ങളാണ് വരുന്നത്. പക്ഷികളുടെ സംരക്ഷണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. വേനൽക്കാലം പോലെയല്ല തണുപ്പുള്ള മാസങ്ങൾ, മഴക്കാലങ്ങൾ. കിളികൾക്ക് ധാരാളം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കെയറിങ് കിളികൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാണിത്. തണുപ്പുള്ള മാസങ്ങളിൽ പക്ഷികളെ വളർത്തുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കാമെന്നുള്ളത് പറയാം. കിളിക്കൂട് പുറത്താണ് വെച്ചതെങ്കിൽ കഴിവതും കിളികളുടെ കൂട്ടിൽ തണുപ്പ് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. പകൽ സമയങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ കൂട് കഴിവതും മൂടിയിടാൻ ശ്രമിക്കുക. കൂട്ടിനുള്ളിൽ വെള്ളം വീഴരുത്. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ മാത്രം കൂട് മൂടാതിരിക്കാം. മഴയും തണുപ്പുമുള്ള സമയങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ്, ഗ്രീൻ നെറ്റ് ഇവയൊക്കെ ഉപയോഗിച്ച് കൂട് മൂടിയിടാവുന്നതാണ്. പൂർണ്ണമായി മൂടിയിടരുത്, കാരണം കൂട്ടിനുള്ളിൽ ഓക്സിജൻ്റെ അളവ് കുറയും. കിളികളുടെ കൂട്ടിൽ തണുപ്പ് അധികം കയറുകയാണെങ്കിൽ അവ തൂങ്ങിയിരുന്ന് പിന്നീട് അത് പനിയായി മാറി ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ തണുപ്പ് അധികം താല്പര്യമില്ലാത്ത പക്ഷികളാണ് ബഡ്ജീസ് ആയാലും ഫിഞ്ചസ് ഇവയൊക്കെ. അതുപോലെ തണുപ്പ് കൂടുതലുള്ള മാസങ്ങളിൽ രാത്രി കിളിക്കൂട്ടിൽ ബൾബ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അതിനായി 40 വോൾട്ട് 60 വോൾട്ടിൻ്റെ റൗണ്ട് ബൾബ് കിട്ടുന്നതായിരിക്കും. ബൾബ് കിളിക്കൂട്ടിന് പുറത്തോ കിളിക്കൂട്ടിനുള്ളിലോ ഇടാം. കിളിക്കൂട്ടിനകത്താണ് ബൾബ് ഇടുന്നതെങ്കിൽ വയറ് കിളികൾ കടിച്ച് മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബൾബ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട രാത്രി സമയങ്ങളിൽ 2 മണിക്കൂറെങ്കിലും ഇട്ട് കൊടുക്കുക. അതിരാവിലെ തണുപ്പ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ബൾബ് ഇട്ടേക്കുക. കിളികൾക്ക് ആവശ്യമുള്ള ചൂട് ഈ ബൾബിൽ നിന്ന് അവയ്ക്ക് ലഭിക്കും. കഴിവതും സന്ധ്യ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂട് മൂടാൻ ശ്രമിക്കണം. രാത്രിയുള്ള തണുപ്പ് കൂട്ടിൽ കയറാതെ നോക്കണം. അതുപോലെ രാവിലെ തണുപ്പ് പൂർണ്ണമായി മാറിയതിന് ശേഷം കൂട് മൂടിയത് മാറ്റാവുന്നതാണ്. ഇതിനായി നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റുകളുണ്ട്, അതുപോലെ ഗ്രീൻ ഷീറ്റുകളുണ്ട്, ഇവയൊക്കെ ഉപയോഗിക്കാം. പൂർണ്ണമായും കൂട് മൂടരുത്. കൂട്ടിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയാതിരിക്കാൻ ശ്രമിക്കണം. കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളം രാവിലെയും വൈകിട്ടും മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുടിക്കാൻ പറ്റുന്ന വെള്ളം പാത്രമാണെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമാണ്, എന്തായാലും അത് നല്ല രീതിയിൽ കഴുകണം. കഴുകിയതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ച് കിളികൾക്ക് കൊടുക്കാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കിളി കൊടുക്കാനുള്ള വെള്ളത്തിൽ ആഹാരാവശിഷ്ടങ്ങൾ, കാഷ്ടം ഇങ്ങനെ എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മഴക്കാലത്ത് കിളികളുടെ കാഷ്ടത്തിലൂടെ ആയാലും ഈ ആഹാരാവശിഷ്ടങ്ങളിലൂടെ ആയാലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടുന്നതായിരിക്കും. കൂട് എപ്പോഴും ക്ലീൻ ചെയ്യണം. കിളികൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റുകളൊക്കെ നെറ്റിലായാലും കിളിക്കൂട്ടിന് താഴെയായാലും പറ്റിപ്പിടിച്ചിരിക്കുക. അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ബാക്ടീരിയൽ, ഫംഗൽ പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കിളികൾക്ക് വേനൽക്കാലത്ത് കൊടുക്കാറുള്ള ഗോതമ്പ് കുതിർത്തത്, പയർ മുളപ്പിച്ചത്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇതുപോലുള്ള ആഹാരങ്ങൾ കിളികൾക്ക് ദഹിക്കാൻ താമസമുള്ളതാണ്. ഈ ആഹാരങ്ങളിൽ ജലാംശം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ലൂസ് മോഷനായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തണുപ്പ് കാലങ്ങളിലും മഴക്കാലങ്ങളിലുമൊക്കെ ഡ്രൈ ഫുഡ്സാണ് കൂടുതലും നല്ലത്. ഡ്രൈ ഫുഡ്സ് ആയിട്ടുള്ള തിന, സീഡ് മിക്സ് ഇവയൊക്കെ കഴിവതും കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ കടയിൽ നിന്നാണ് നിങ്ങൾ തിന വാങ്ങിക്കുന്നതെങ്കിൽ കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം കിളികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തിനകളിലാണെങ്കിൽ ഈർപ്പമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വെയിലത്തിട്ട് ഉണക്കുകയാണെങ്കിൽ അത് പൊയ്ക്കോളും. പിന്നെന്നുള്ളത് ബഡ്ജീസ് ആയാലും ഫിഞ്ചസൊക്കെ ആയാലും ഇലകൾ ധാരാളം ഇഷ്ടപ്പെടുന്ന കിളികളാണ്. പനിക്കൂർക്ക, തുളസിയില, കൊടങ്ങൽ ഇതുപോലുള്ള ഇലകൾ ധാരാളം കഴിക്കുന്ന കിളികളാണ്. മഴക്കാലത്തും തണുപ്പുള്ള സമയങ്ങളിലുമൊക്കെ ഇലകൾ ധാരാളമായി കൊടുക്കുന്നത് ഒഴിവാക്കണം. ബഡ്ജീസിന് പൊതുവായി കൊടുക്കാറുള്ള തുളസിയില, പനിക്കൂർക്ക ഇവയിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് ധാരാളമുണ്ട്. ഇത് ധാരാളം കഴിക്കുകയാണെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
ആര്യവേപ്പില ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ്. എഗ് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാവുന്നതാണ്. എഗ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വേസ്റ്റുകൾ കിളികളുടെ നെറ്റിലും കിളിക്കൂട്ടിന് താഴെയുമൊക്കെ കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം. ഇത് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് കിളികളുടെ ബ്രീഡിംഗ് ഒഴിവാക്കാൻ കഴിവതും ശ്രദ്ധിക്കണം. കിളികളുടെ ശരീര താപനില കുറഞ്ഞിരിക്കുന്നതിനാൽ അവയുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കും. മുട്ടയിടാനായി മൺകലങ്ങളാണ് കിളികൾക്ക് സാധാരണ വെക്കാറുള്ളത്. മൺകലങ്ങൾ തണുപ്പ് ധാരാളം ശേഖരിക്കുന്നതാണ്. ആയതുമൂലം മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസും വളരെ കുറവാണ്. അതുപോലെ അമ്മക്കിളിയുടെ ആരോഗ്യവും വഷളാവുകയും ചെയ്യും. മഴക്കാലത്തും തണുപ്പുള്ള സമയങ്ങളിലും കിളികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം രോഗങ്ങൾ ഈ സമയത്ത് കിളികൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. കിളികളിൽ ഏതെങ്കിലും തൂങ്ങി നിൽക്കുന്നുണ്ടോ? തുമ്മൽ, പനി, ലൂസ് മോഷൻ ഏതെങ്കിലും കിളികൾക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അവയെ വേഗം തന്നെ മാറ്റിയിടണം. കോളനി കേജ് ആണെങ്കിൽ ഒരു കിളികൾക്ക് അസുഖം വന്നാൽ ബാക്കി എല്ലാ കിളികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടത്തോടെ അവ ചത്തു വീഴാനും സാധ്യതയുണ്ട്. ലൂസ് മോഷൻ, പനി ഉള്ള കിളികളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കിളികൾ ഒട്ടും ആക്റ്റീവായിരിക്കത്തില്ല. തൂങ്ങിയിരിക്കുന്നു. കിളികൾ തല പിറകോട്ട് ചരിച്ച് വെച്ച് തൂവലൊക്കെ പൊക്കി കണ്ണടച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കാതെയായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കിളികളെ മാറ്റിയിടണം. നോൺ മെട്രോജിൽ, ടെട്രാസൈക്ലിൻ പോലുള്ള മരുന്നുകൾ കരുതി വെക്കുന്നതും നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്താൽ മഴക്കാലത്ത് കിളികളെ രക്ഷിക്കാൻ പറ്റും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.